കുറച്ച് ഊടായ്പ പരിപാടികൾ എന്നാ ചെയ്യുന്നത് നിങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ ഇത് കണ്ടോ, ഞാൻ ഇന്നലെ ചെയ്ത നെയിലില്ലേ അത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ നീളത്തിലാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിയിട്ട് നീളത്തിലാക്കി. ഇത് പക്ഷേ എൻ്റെ കീബോർഡിലുള്ള എൻ്റെ പണി അത്രയ്ക്ക് പണിയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ പോലും 2-3 കുത്തിന് ഇത് പോയി. അമ്മമാർ കുത്താണ് കുത്തുന്നത്. അപ്പോൾ ഇത് പോയി 2 ആഴ്ചയ്ക്ക് നിൽക്കും എന്നാണ് അവരുടെ റിവ്യൂവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നീളത്തിൽ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യം തന്നെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇത് കണ്ടോ, കാശിക്കട്ടിലെ ടങ് ക്ലീനർ ആട്ടോ. നല്ല രസമില്ലേ ടങ് ക്ലീനർ, നല്ല രസമില്ലേ? കാണിച്ചു തരാൻ വേണ്ടി എടുത്തോട്ടെ. അപ്പോൾ എൻ്റെ ഒരു ഉടായ്പ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം അവിടെ ഉച്ച കഴിഞ്ഞു. രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഏട്ടനടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വീഡിയോസിൻ്റെ അത് അങ്ങനെയൊക്കെ ഉച്ചവരെ ആക്കി ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റിലത്തെ ഉടായ്പ ഞാൻ കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല, 1-2 കാണുള്ളൂ. ഇന്നിപ്പോൾ ഒരെണ്ണം കാണിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരെണ്ണം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഡെയിലി ചെയ്യുന്ന ഉടായ്പയിൽ ഏറ്റവും ഫസ്റ്റായിട്ടുള്ളൊരു ഉടായ്പാട്ടോ ഇത്. സിങ്കിനകത്തൊരു പാത്രം ഉണ്ട് കേട്ടോ. അതിനകത്തിട്ടിട്ടാണ് ഞാനിവിടെ യൂണിഫോം കഴുകുന്നത്. ഇതിലിങ്ങനെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുകൊണ്ടുപോയി വെള്ളത്തിലിട്ട് ഇതാക്കി വിരിച്ചിടും. ഡ്രയറിലിട്ടിട്ട് വിരിച്ചിടും. ഞാൻ സ്ഥിരം പരിപാടി. ചില ദിവസം ഞാൻ രാത്രിയിലൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു ഉടായ്പ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഉടായ്പകൾ ഞാൻ വേറെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളിടുന്ന ദിവസം കാണിച്ചു തരുന്നതായിരിക്കുമേ. അതിനിടയ്ക്ക് ഞാനൊരു വൈറലായിട്ടുള്ള ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അലോവേരയുടെ ഒരു തണ്ട് പറിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേനും ഇത് ഒടിഞ്ഞൊക്കെ കിടക്കുന്ന അവസാനം അതിൽ മണ്ണാക്കിയിട്ട് സെറ്റാക്കിക്കൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കുന്നത് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് കയറി പോന്നേ. പിന്നെ മുഖത്ത് ആ പാക്ക് ഞാൻ ഉണ്ടാക്കി തേച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ഫേസിൽ ഇതൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആ നഖം അത് പോയ നെയിൽ വെക്കണം. അല്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ ബാക്കി നെയിൽ നമ്മൾ വളച്ചൊടിച്ച് കളയണം. അത് വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ പിന്നെ വൃത്തികേടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒക്കെ വൃത്തിയുടെ സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ ആ നെയിൽ വെച്ച് കൊടുക്കുവാണേ. ഈ ഒരു ഗ്ലൂ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെറ്റാവും കേട്ടോ. പിന്നെ നമുക്ക് ഇത്തിരി താമസമൊന്നുമില്ല. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ തന്നെ പോകുന്ന സമയം ഇപ്പോൾ ഒരു 3 മണി കണ്ടായിട്ടുണ്ട്. അപ്പോൾ കാശുകൊണ്ട് വരുന്നതിനിപ്പുറം ഷോപ്പിലൊക്കെ കയറിയിട്ട് പോകാമെന്ന് ഓർത്തിട്ട് മേക്കപ്പൊന്നുമില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ എടുത്തുള്ളൂ. ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ലിപ്സ്റ്റിക്ക് വേണം എനിക്ക്. അല്ലെങ്കിൽ വേറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ലിപ്സ്റ്റിക്ക് വേണം. അപ്പം പുറത്ത് പോകണതിൻ്റെ ആകെപ്പാടെ ഒരു സന്തോഷം അതേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു സന്തോഷം എനിക്കില്ല. അതുകൊണ്ടാണ് പാവം ഞാൻ. ചിരി വരുന്നുണ്ടോ? കാശിക്കട്ടയോടെ ചിരിക്കാണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചായക്ക് വയ്ക്കാനായിട്ട് ഞാനൊരു ഉള്ളിവട സവാള വട അങ്ങനത്തെ എന്തൊരു സാധനമായിരുന്നു. സവാള വട അതായിരുന്നു മേടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ പോയാൽ മേടിച്ചത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഞാനിങ്ങനെ തന്നെയൊന്നും ഷോപ്പിൽ കയറി ഒന്നും മേടിക്കാറില്ല. അത് പ്രകൃതിരമണീയമായി ഞങ്ങളുടെ നാടാണ്. ഈ നാട് ഇങ്ങനെ കാണാൻ രസമുള്ളൂ. എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊന്നും അത്ര പിടിക്കത്തില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വർഷം ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ചിലരൊക്കെ ഓക്കെയാണ്. എനിക്ക് ചിലർ ഒന്നും അങ്ങനെ നമ്മുടെ നാട്ടിൽ അത്ര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള നാടാണ്. അപ്പോൾ ഒരു കവലയിൽ നിന്ന് അടുത്ത കവലയിലേക്ക് ചെല്ലാൻ വലിയ ദൂരം ഇല്ലെങ്കിലും വലിയ കവലകളൊന്നുമില്ല. ചെറിയ ഒരു കുഞ്ഞു സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങൾ അരി മേടിക്കാനായിട്ട് ഏട്ടൻ കടയിലോട്ട് കയറിപ്പോയി. ഞാൻ വണ്ടിയിലിരിക്കുക കേട്ടോ അരി മേടിക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിഠായി മേടിക്കാനായിട്ട്. ഞാൻ എപ്പോൾ ഏട്ടൻ കടയിലേക്ക് കയറിപ്പോയാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം മേടിക്കാൻ പറയും. കാശിക്കോട്ടിനെ സ്കൂളിൽ നിന്ന് കടയിൽ കൊടുക്കാൻ. ആദ്യ നാട്ടിലൊരു കടയുണ്ടായിരുന്നു അല്ലേ? എനിക്ക് നിന്നെ പോലെ ഒറ്റടിക്ക് അതാ പറയാൻ തന്നെ. എനിക്ക് നിന്നെ പോലെ ഒറ്റടിക്ക് ആക്രമിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ വലിച്ചു വാരി കഴിച്ചിട്ട് കൈ നീട്ടി നിൽക്കുക. കൊതി കിട്ടും, ഉറപ്പായിട്ടും കൊതി കിട്ടും. അത് വേണ്ട, അത് കൊച്ചിനുള്ളതാ. താതാ ഞാൻ ഇന്നലെ 10 മണിക്ക് കിടന്നുറങ്ങി. 2:30 എണീറ്റിട്ട് പിന്നെയും കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ 4 മണിക്ക് എണീറ്റു.
എന്നാലും ഏത് സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാലും എനിക്ക് വൈകുന്നേരം 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഉറക്കം വരും. കൊച്ചു വരുമ്പോഴത്തേനും ഉറക്കം തോന്നും. ഇടയ്ക്കിടയ്ക്ക് മുഖം തണുത്തോളം കൊണ്ട് വരും. അതുകൊണ്ട് മുഖത്തിന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. മിഠായി ആണോ? ഇത് വേണ്ടല്ലോ, ഇത് വേറൊരു മിഠായി. മൂന്നെണ്ണം കിട്ടിയത് എങ്ങനെയാ? ഒരെണ്ണം അപ്പയ്ക്കും അമ്മയ്ക്കും അങ്ങനെയാണോ? തന്നാ മതി. എവിഡൻസ് ഉണ്ട്, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിശപ്പ് അടങ്ങാത്ത വിശപ്പുള്ളത് കൊണ്ട് അപ്പ തന്നെ തുറന്നു. ഏട്ടാ, ഞാൻ എപ്പോഴും ഉള്ള വികാരം അല്ല ചോദിച്ചു, ഇപ്പൊ ഉള്ള വികാരം പറ. കാശിക്കുട്ടന് നമ്മൾ വൈകുന്നേരം ചായക്ക് കഴിക്കാനുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. ചായ കൊടുക്കില്ല, വേണമെങ്കിൽ വെള്ളം കൊടുക്കും, വേണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ വേണമെങ്കിൽ അങ്ങനെ. കാരണം വൈകുന്നേരം നമ്മൾ കട്ടൻ ചായ കുടിക്കുന്ന ഏട്ടന് മധുരമില്ലാതെ കട്ടൻ ചായ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ രാവിലെ ഞാൻ അവന് പാല് കൊടുക്കുമല്ലോ. ഇനി കിടക്കാൻ നേരത്ത് പാല് കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും പാല് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് കിടക്കാൻ നേരത്ത് പാല് കൊടുക്കുന്നതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അവൻ അഥവാ ആവശ്യപ്പെട്ടാൽ കൊടുക്കും. എനിക്കിപ്പോഴും വേണ്ടാന്ന് പറയാറ്. ആവശ്യപ്പെട്ടാൽ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കൊടുക്കത്തില്ല. അങ്ങനെ എപ്പോഴും അങ്ങനെ പാല് കുടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പാലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ എപ്പോൾ കൊടുത്താലും കുടിക്കും. പക്ഷെ ഇങ്ങനെ ശീലാക്കി വെച്ചേക്കും, കാരണം ഒരുപാട് കുടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാട്. കടയിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചത് ഈ ബണ്ണ്, പിന്നെ ഈ ജാമ്. കാശിക്കോട്ടിന് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. ബണ്ണ് ചുമ്മാ കഴിക്കും. അപ്പോൾ സ്നാക്സിന് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജാമ് വെച്ചിട്ട് കൊടുത്തുവിടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ജാമും കൂടെ മേടിപ്പിച്ചാണ്. പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ഉള്ളിവട കൂട്ടിയിട്ട് ചായ കുടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എന്നും ഇങ്ങനെ ഇതുപോലെയൊക്കെ തന്നെ നല്ല ദിവസമായിരിക്കട്ടെ. എന്നും എല്ലാ ദിവസവും എപ്പോഴും എന്നല്ലേ പറഞ്ഞേ, നല്ല ദിവസമായിട്ടിരിക്കട്ടെ. എനിക്ക് നല്ല ദിവസമായിട്ടിരിക്കട്ടെ. നല്ല ചൂടാട്ടോ ചായക്ക്. ഏട്ടൻ മധുരമില്ലാണ്ട് എടുത്തെടുത്ത് ഞാനും മധുരമില്ലാണ്ട് കഴിച്ചങ്ങോട്ട് ശീലമായി. അപ്പോൾ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.